ഇന്നത്തെ ഗണിത ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ 10ാം ക്ലാസ്സിലെ സർക്കിൾസ് ആൻഡ് ആംഗിൾസ് എന്ന ചാപ്റ്ററിലെ മൂന്നാമത്തെ വീഡിയോയിലേക്കാണ് പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചിരുന്നു ഒരു ആർക്കിലെ ആംഗിളിന്റെ മെഷർ അതിന്റെ ഓൾട്ടർനേറ്റ് ആർക്കിന്റെ സെൻട്രൽ ആംഗിളിന്റെ ഹാഫ് ആയിരിക്കും. അത് വെച്ച് നമ്മൾ ടെക്സ്റ്റ് ബുക്കിലെ കുറച്ച് പ്രോബ്ലം ചെയ്തിരുന്നു. ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 41 പ്രോബ്ലംസ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമത്തെ ചോദ്യം ഇതാണ്. ഒരു ചിത്രം തന്നിട്ടുണ്ട്. ഇതിൽ ഫൈൻഡ് ആംഗിൾ സി ആൻഡ് ആംഗിൾ എ, ഇത്രയും കാര്യങ്ങളാണ് തന്നിരിക്കുന്നത്. ആംഗിൾ ബി ഒ ഡി, അതായത് സെൻട്രൽ ആംഗിൾ ഓഫ് ആർക്ക് ബി സി ഡി 100 ഡിഗ്രി ആണ് എങ്കിൽ ഫൈൻഡ് ആംഗിൾ സി, ഫൈൻഡ് ആംഗിൾ എ. അപ്പൊ നോക്കാം, ആംഗിൾ സി ആൻഡ് എ ആണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. ആംഗിൾ എ എത്രയായിരിക്കും? ഇവിടെ ഈ ആർക്ക് സെന്ററിൽ ഉണ്ടാക്കിയിരിക്കുന്ന ആംഗിളാണ്. അപ്പൊ അതിന്റെ ഓൾട്ടർനേറ്റ് ആർക്കിലെ ആംഗിളെ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ സെന്ററിൽ എത്രയാണോ അതിന്റെ ഹാഫ് ആയിരിക്കും. അപ്പൊ 100/2 50 ഡിഗ്രി ഇത് 50 കിട്ടും. ഇനി ഇത് 100 ആകുമ്പോ ഈ ആംഗിൾ എത്രയായിരിക്കും? സെൻട്രൽ ആംഗിൾ ഓഫ് ആർക്ക് ബി എ ഡി, സെൻട്രൽ ആംഗിൾ ഓഫ് ആർക്ക് ബി എ ഡി, ഈ ബി സി ഡിയുടെ സെൻട്രൽ ആംഗിൾ ആണ് 100. അപ്പൊ ബി എ ഡിയുടെ സെൻട്രൽ ആംഗിൾ 360 - 100 ആയിരിക്കും. 360 100 കുറച്ച് എത്രയാ? 260. അപ്പൊ 260 ബൈ ഇതിന്റെ ഹാഫ് ആയിരിക്കും. 260യുടെ ഹാഫ് 130. അപ്പൊ 130 ഡിഗ്രി ആണ് ആംഗിൾ സി. അപ്പൊ ആംഗിൾ സിയും ആംഗിൾ എയും ആണ് കാണാൻ പറഞ്ഞിരുന്നത്. അപ്പോൾ ഇത് 100 തന്നിരുന്നു. 100ന്റെ ഹാഫ് ആണിത്. ഇത് 100 ആവുമ്പോൾ 360 100 കുറച്ച് 260, ഇതിന്റെ ഹാഫ് ആണിത്. ക്ലിയർ ആയോ പറഞ്ഞത്? വേറെ ഒരു ചോദ്യം. ഫൈൻഡ് എക്സ് ആൻഡ് വൈ. ഇതിനകത്ത് എക്സും വൈയും കണ്ടുപിടിക്കണം. അപ്പൊ ഇവിടെ തന്നിരിക്കുന്നത് കണ്ടോ, ഈ വലിയ ആർക്കിന്റെ സെൻട്രൽ ആംഗിൾ 240 തന്നിട്ടുണ്ട്. അപ്പൊ ഇത് 240 ആണെങ്കിൽ വൈ എത്രയായിരിക്കും? y എന്ന് പറഞ്ഞാൽ സെൻട്രൽ ആംഗിളിന്റെ ഹാഫ്, ഇതിന്റെ ഹാഫ് ആണിത്. 240യുടെ ഹാഫ് 120 ഡിഗ്രി. അപ്പോ y 120 ഡിഗ്രി കിട്ടി. ഇനി എക്സ് കാണണമെങ്കിലോ ഈ ആംഗിളിന്റെ ഹാഫാ. അപ്പൊ ഈ ആംഗിൾ കാണുന്നത് ഇത് ചെയ്യണം, 360 240 കുറയ്ക്കുക. അപ്പൊ 360 240 കുറച്ച് കിട്ടുന്നത് എത്രയാണോ അതിന്റെ ഹാഫ് ആണ് എക്സ്. അപ്പൊ x = 360 - 240/2, that is 360 240 കുറച്ചാൽ 120, 120/2 60 ഡിഗ്രി. അപ്പൊ ഇത് 60 എന്ന് കിട്ടും. ക്ലിയർ ആയോ പറഞ്ഞത്? വേറൊരു എക്സാമ്പിൾ. ഫൈൻഡ് ആംഗിൾ ബി എ ഡി, ആംഗിൾ ബി ഒ ഡി ആൻഡ് ആംഗിൾ ബി സി ഡി. ബി എ ഡി എന്ന് പറഞ്ഞ ഇത്, ബി ഒ ഡി എന്ന് പറഞ്ഞ ഇത്, ബി സി ഡി എന്ന് പറഞ്ഞ ഇത്. ഇവിടെ തന്നിരിക്കുന്ന ആംഗിൾ ഒ ബി എ 20 ഡിഗ്രി എന്നും ഒ ഡി എ 30 ഡിഗ്രി എന്നും തന്നിട്ടുണ്ട്. ഇത് 20 എന്നും ഇത് 30 എന്നും തന്നിട്ടുണ്ട്. അപ്പൊ നോക്കിയേ, ഇവിടെ നമ്മൾ ഈ എയും ഒയും അങ്ങോട്ട് ജോയിൻ ചെയ്യാന്ന് വിചാരിക്കുക. അങ്ങനെ ജോയിൻ ചെയ്യുമ്പോൾ കിട്ടുന്ന ബി എ ഒ എന്ന ആംഗിൾ എത്രയായിരിക്കും? ഇവിടെ നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു ഇത് റേഡിയസ് ആണ്, ഇത് റേഡിയസ് ആണ്. അപ്പൊ ഈ രണ്ട് സൈഡ് ഈക്വൽ ആയ ട്രയാംഗിൾ ആണിത്. അങ്ങനെ രണ്ട് സൈഡ് ഈക്വൽ ആണെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. അപ്പൊ ഇത് 20 ആണെങ്കിൽ ഇത് എത്രയായിരിക്കും? അതായത് ആംഗിൾ ഒ ബി എ തന്നെയാണ് ആംഗിൾ ഒ എ ബി. കാരണം ഐസോസെലസ് ട്രയാംഗിൾ, സമപാർശ്വ ത്രികോണം. അപ്പൊ ഇത് 20 ആകുമ്പോൾ ഇത് 20. അതുപോലെ ഇത് 30 ആകുമ്പോൾ ഇത് എത്രയായിരിക്കും? 30 തന്നെ. കാരണം അതും രണ്ട് സൈഡ് ഈക്വൽ ആയിട്ടുള്ള ട്രയാംഗിൾ ആണ്. അപ്പൊ നോക്കിക്കേ, ആംഗിൾ ബി എ ഡി എത്രയായി? 20യും 30യും കൂടി ആഡ് ചെയ്താൽ മതി. 20 + 30 എത്രയാ? 50 ഡിഗ്രി. അപ്പൊ ബി എ ഡി കിട്ടി. അപ്പൊ ഇത് 20 ആയപ്പോ ഇത് 20, ഇത് 30 ആയപ്പോ ഇത് 30. അപ്പൊ 20 + 30 50 ആണ് ബി എ ഡി. ബി എ ഡി 50 ആണെങ്കിൽ ബി ഒ ഡി എത്രയായിരിക്കും? ഈ ആംഗിളിന്റെ ട്വൈസ് ആണ് സെന്ററിൽ ഉണ്ടാക്കുന്ന ആംഗിൾ. അതായത് 50യുടെ ട്വൈസ് 100. ഇനി അടുത്തത്, ഇത് 100 ആണ്, ഇത് 50 ആണ്. അപ്പൊ ഇത് ഇനി കണ്ടുപിടിക്കേണ്ടതാ ബി സി ഡി. ബി സി ഡി എങ്ങനെ കണ്ടുപിടിക്കുക? 3 ഇത് ഇവിടെ ഈ ആംഗിൾ ബി ഒ ഡി എന്ന് പറഞ്ഞാൽ ഈ ആർക്കിന്റെ സെൻട്രൽ ആംഗിളാണ്. അപ്പൊ ബി എ ഡിയുടെ സെൻട്രൽ ആംഗിൾ 360 100 കുറയ്ക്കുന്നത്, അതായത് ഈ ആംഗിൾ അത് എത്രയാണ്? 260. ആ 260യുടെ ഹാഫ് ആയിരിക്കും ഈ ആംഗിൾ. ആംഗിൾ സി = എത്രയാണ്? 130 ഡിഗ്രി. ആംഗിൾ സി = 130 ഡിഗ്രി എന്ന് കിട്ടും. കാര്യം മനസ്സിലായോ? അടുത്ത, ഇഫ് ഒ എ = എ ബി. വേറെ ഒരു എക്സാമ്പിൾ ആണ്. ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. ഒ എ എന്ന് പറയുന്നതും എ ബി എന്ന് പറയുന്നതും ഈക്വൽ ആണെങ്കിൽ ആംഗിൾ സി എത്രയാണെന്ന ചോദ്യം. അപ്പൊ ഇവിടെ തന്നിരിക്കുന്നതിൽ ഒരു മെഷറും നമുക്ക് തന്നിട്ടില്ല. പക്ഷെ നമുക്ക് ഒരു കാര്യം മാത്രമേ തന്നിട്ടുള്ളൂ. ഒ എ = എ ബി ആണ്. ഒ എ എന്ന് പറഞ്ഞ റേഡിയസ് ആണ്, എ ബി അതിന്റെ ഒരു കോഡാണ്. അപ്പൊ ഇത് രണ്ട് ഈക്വൽ ആണെങ്കിൽ ഇത് ഒ ബിയും റേഡിയസ് ആണല്ലോ.
അപ്പൊ ഇത് മൂന്നും ഈക്വൽ ആയിട്ട് വരും. അപ്പൊ ഒ എ ബി എന്ത് തരം ട്രയാങ്കിളാ? ഒ എ ബി ഈസ് ആൻ ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് ഒ എ ഈക്വൽ ടു എ ബി. ഒ എ എന്ന് പറയുന്ന റേഡിയസും എ ബി എന്ന് പറയുന്ന കോഡ് ഈക്വൽ ആയതുകൊണ്ട് ഒ എയും എ ബിയും ഒ ബി ഈക്വലായി. മൂന്ന് സൈഡ് ഈക്വൽ ആയ ട്രയാങ്കിൾ ആയതുകൊണ്ട് ഒ എ ബി എന്ന് പറയുന്നത് ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണ്. ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണെങ്കിൽ ഒരു ആംഗിൾ എത്രയായിരിക്കും? 60 ഡിഗ്രി നമുക്കറിയാം. അപ്പൊ ആംഗിൾ എ ഒ ബി എന്ന് പറഞ്ഞാൽ 60 ഡിഗ്രി ആണ്. ഇത് 60 ആണെങ്കിൽ അതിന്റെ ഓൾട്ടർനേറ്റ് ആർക്കിലുള്ള ആംഗിൾ അല്ലേ എ സി ബി. അപ്പൊ സെൻട്രൽ ആംഗിളിന്റെ ഹാഫ് ആണ് ആംഗിൾ എ സി ബി. അതായത് 60യുടെ ഹാഫ് 30 എന്ന് കിട്ടും. അപ്പോൾ 30 ഡിഗ്രി ആണ് ആംഗിൾ എ സി ബി. ക്ലിയർ ആയോ പറഞ്ഞത്? അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഈ പ്രോപ്പർട്ടി വെച്ച് പ്രോബ്ലംസ് എല്ലാം ചെയ്യാം. വേറൊരു എക്സാമ്പിളിലേക്ക് പോവാം. പ്രൂവ് ദാറ്റ് ആംഗിൾ ഇൻ എ സെമി സർക്കിൾ ഈസ് 90 ഡിഗ്രി. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ അടുത്ത പ്രോപ്പർട്ടിയാണ്. ഒരു സെമി സർക്കിളിന്റെ ആംഗിള് 90 ഡിഗ്രി ആണ് പ്രൂവ് ചെയ്യണം. അപ്പൊ നമുക്ക് ഒരു സർക്കിൾ വരച്ചു, ഡയമീറ്റർ വരച്ചിട്ടുണ്ട്. അപ്പോൾ സെമി സർക്കിൾ ആണിത്. സെമി സർക്കിളിൽ ഒരു പോയിന്റ് മാർക്ക് ചെയ്തു. അപ്പോൾ ഈ സെമി സർക്കിളിന്റെ എൻഡ് പോയിന്റിൽ നിന്ന് ഈ സർക്കിളിലെ പോയിന്റിലേക്ക് ജോയിൻ ചെയ്യുക. അപ്പോൾ കിട്ടുന്ന ആംഗിളാണ് ആംഗിൾ എ പി ബി. വി നീഡ് ടു പ്രൂവ് ദാറ്റ് ആംഗിൾ എ പി ബി ഈസ് 90 ഡിഗ്രി. എ പി ബി എന്ന് പറയുന്നത് 90 ഡിഗ്രി ആണെന്ന് പറയണം. അതിനൊരു എളുപ്പവഴി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒ പി അങ്ങോട്ട് ജോയിൻ ചെയ്തു. ഒ പി അങ്ങോട്ട് ജോയിൻ ചെയ്തപ്പോൾ നേരത്തെ പോലെ കണ്ടോ, ഇതൊരു ഐസോസെലസ് ട്രയാങ്കിളാണ്. കാരണം ഇത് റേഡിയസ് ആണ്, ഇത് റേഡിയസ് ആണ്. റേഡിയസ് രണ്ട് ഈക്വൽ ആണല്ലോ. രണ്ട് സൈഡ് ഈക്വൽ ആയ ട്രയാങ്കിൾ ആണിത്. രണ്ട് സൈഡ് ഈക്വൽ ആയ മറ്റൊരു ട്രയാങ്കിൾ ആണിത്. അപ്പോൾ നേരത്തെ പോലെ ഈ ആംഗിൾ ഞാൻ എക്സ് എന്ന് എടുക്കാം. അപ്പോൾ ഈ ആംഗിൾ എക്സ് എന്ന് എടുത്തു. ഈ ആംഗിൾ വൈ എന്ന് എടുക്കാം. അപ്പോൾ ഇത് എക്സ് പ്ലസ് വൈ ആണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. കാരണം എ പി ബി എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് വൈ ആണ്. അപ്പോൾ ഈ ആംഗിൾ എക്സ് എന്ന് എടുത്തു, ഈ ആംഗിൾ വൈ എന്ന് എടുത്തു. അപ്പോൾ ഇത് എക്സ് ആണെങ്കിൽ ഈ ആംഗിൾ എന്ത് വരും? ഇത് എക്സ് തന്നെയായിരുന്നു. കാരണം ഐസോസെലസ് ട്രയാങ്കിൾ ആണ് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഈ ഈക്വൽ സൈഡ്സിന്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. അതുപോലെ ഇവിടെ ഇത് വൈ ആവുമ്പോൾ ഇതും വൈ ആയിരിക്കും. ഇനി നോക്കിക്കേ, ഒരു ട്രയാങ്കിളിന്റെ എല്ലാ ആംഗിളും കൂടി ചേർന്ന എത്ര? ആംഗിൾ എ പ്ലസ് ആംഗിൾ ബി പ്ലസ് ആംഗിൾ പി 180 ഡിഗ്രി. അപ്പൊ എന്ത് വരും? എക്സ് പ്ലസ് വൈ പ്ലസ് വൈ. അപ്പൊ എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നത് 180 ഡിഗ്രി. കാരണം ഏത് ട്രയാങ്കിൾ എടുത്താലും മൂന്നാംഗിളും കൂടി കൂട്ടിയ 180 ആണ്. അപ്പൊ ഇതും കൂടി ചേരുമ്പോൾ ഇത് എക്സ് ആണ്, ഇത് എക്സ് പ്ലസ് വൈ ആണ്, ഇത് വൈ ആണ്. അപ്പൊ എക്സ് പ്ലസ് വൈ പ്ലസ് വൈ. അപ്പൊ എക്സ് പ്ലസ് എക്സ് 2x വരും, വൈ പ്ലസ് വൈ 2y വരും. അപ്പൊ 2x പ്ലസ് 2y എന്ന് പറയുന്നത് 180 ഡിഗ്രി ആണ്. അപ്പൊ 2 ഇൻറ്റു എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നത് 180 വരും. അപ്പൊ എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നത് 180യുടെ ഹാഫ് 90. എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നതാണ് ആംഗിൾ ഇൻ ദി സെമി സർക്കിൾ എ പി ബി. അപ്പൊ ആംഗിൾ ഇൻ ദി സെമി സർക്കിൾ ഈസ് 90 ഡിഗ്രി. അപ്പൊ ഏത് സെമി സർക്കിൾ എടുത്തു കഴിഞ്ഞാലും അതിലൊരു ആംഗിൾ എന്ന് പറഞ്ഞാൽ സെമി സർക്കിളിന്റെ എൻഡ് പോയിന്റ് തുടങ്ങിയിട്ട് വെർട്ടെക്സ് ആ സർക്കിൾ സെമി സർക്കിളിൽ ഏതെങ്കിലും പോയിന്റ് മതി. അങ്ങനെ വരയ്ക്കുന്ന എക്സും വൈ ഏത് വാല്യൂ ആണെങ്കിലും എ പി ബി എപ്പോഴും എക്സ് പ്ലസ് വൈ അത് 90 ആയിരിക്കും. അപ്പോൾ സെമി സർക്കിളിലെ ആംഗിളിന്റെ മെഷർ 90 ഡിഗ്രി ആയിരിക്കും. ഇതിങ്ങനെ അല്ലാതെ പറയാം, നമ്മൾ കഴിഞ്ഞ പ്രോപ്പർട്ടി ഉപയോഗിച്ച് ചെയ്യാം. ഈ സെമി സർക്കിൾ എടുത്തു കഴിഞ്ഞാൽ ഈ ആംഗിള് എന്ന് പറയുന്നത് അതിന്റെ ഓൾട്ടർനേറ്റ് ആർക്കായ ഈ ആർക്കിന്റെ സെൻട്രൽ ആംഗിളിന്റെ ഹാഫ്, സെമി സർക്കിളിന്റെ സെൻട്രൽ ആംഗിൾ 180 ആണെന്ന് പറയാം. അപ്പോൾ 180യുടെ ഹാഫ് ആണ് ഇത്. അങ്ങനെ പറഞ്ഞാലും ശരിയാണ്. അപ്പോൾ ആംഗിൾ ഇൻ എ സെമി സർക്കിൾ ഈസ് 90 ഡിഗ്രി. അപ്പോൾ അത് പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. അടുത്ത, if AB is the diameter of the circle, find angle B and angle C. അപ്പോൾ ആ പ്രോപ്പർട്ടി വെച്ചൊരു പ്രോബ്ലം ആണ്. എ ബി എന്ന് പറഞ്ഞ ഡയമീറ്റർ ആണ്. നമുക്ക് ഈ ആംഗിൾ 35 എന്ന് പറഞ്ഞിട്ടുണ്ട്. ബിയും സിയും കണ്ടുപിടിക്കണം. അപ്പൊ നമുക്കറിയാം ഇത് സെമി സർക്കിൾ ആണ്. അപ്പൊ ആംഗിൾ സി എത്ര വരും? ആംഗിൾ സി 90 ആയിരിക്കും. അപ്പോ ആംഗിൾ സി 90 ഡിഗ്രി. അതുപോലെ രണ്ട് ആംഗിൾ കിട്ടിക്കഴിഞ്ഞാൽ മൂന്നാമത്തെ ആംഗിൾ കാണാലോ. 180 ഇത് രണ്ടും കുറച്ചാൽ മതി. 180 മൈനസ്, അല്ലെങ്കിൽ ഇത് 90 ആയി കഴിഞ്ഞാൽ ഇതിന്റെ രണ്ടിനെ സം 90 ആയി. ഇപ്പൊ 90 മൈനസ് 35 എടുത്താലും മതി. അല്ലെങ്കിൽ 180 ഈ 90 35 കൂടി കുറയ്ക്കുക. അപ്പോൾ ഏതൊരു റൈറ്റ് ട്രയാങ്കിളിന്റെ അക്യൂട്ട് ആംഗിൾസിന്റെ സം, അതായത് ചെറിയ 90 ഡിഗ്രി ഒഴിച്ചുള്ള മറ്റ് രണ്ട് ആംഗിൾസിന്റെ സം 90 ആയിരിക്കും. ഇപ്പൊ 90 35 കുറച്ചാൽ 55. അപ്പോൾ ആംഗിൾ ബി 55, ആംഗിൾ സി എത്രയാണ്? 90 ഡിഗ്രി. ഇത്രയും കാര്യങ്ങളാണ്. വേറെ ഒരു ക്വസ്റ്റ്യൻ, ആംഗിൾ ആർ 35 എന്ന് തന്നിട്ടുണ്ട്. ആംഗിൾ ആർ എന്ന് പറഞ്ഞാൽ ഈ മെഷർ 35 ആണ്. ആംഗിൾ പി 100 ആണെന്ന് തന്നിട്ടുണ്ട്. ആംഗിൾ ക്യൂ 90 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ എ ബി എന്നൊരു ലൈൻ വരച്ചിട്ടുണ്ട്.
അപ്പോൾ ആംഗിൾ പിയുടെ മെഷറും ആംഗിൾ ക്യൂയുടെ മെഷറും ആംഗിൾ ആറിന്റെ മെഷറും തന്നിട്ടുണ്ട്. വിത്ത് എ ബി ആസ് ഡയമീറ്റർ വേർ ഷുഡ് ബി ദി പൊസിഷൻ ഓഫ് എ സർക്കിൾ ഈസ് ഡ്രോൺ വിത്ത് എ ബി ആസ് ഡയമീറ്റർ വേർ ഷുഡ് ബി ദി പൊസിഷൻ ഓഫ് പി ക്യൂ ആൻഡ് ആർ എന്നാണ് ചോദ്യം. അപ്പോൾ ഇവിടെ നോക്കിക്കേ, എ ബി ഡയമീറ്റർ ആയിട്ട് വരയ്ക്കുന്ന സർക്കിൾ ആണെങ്കിൽ അതിൻ്റെ ഇത് ക്യൂ 90 ആണ്. 90 ആണെങ്കിൽ അത് സർക്കിളിലെ പോയിന്റ് ആയിരിക്കും. കാരണം ഇപ്പോൾ സർക്കിളിൽ വരുമ്പോഴേ 90 വരുള്ളൂ. അപ്പോൾ ക്യൂയുടെ പൊസിഷൻ ഓൺ ദി സർക്കിൾ നമുക്ക് പറയാം. ഇത് വരുമ്പോഴോ മോർ ദാൻ 90. മോർ ദാൻ 90 വരുമ്പോൾ സർക്കിളിന് ഉള്ളിലേക്ക് വരും. അപ്പോൾ ഈ സർക്കിളിലെ പോയിന്റ് അല്ല, അത് ഇൻസൈഡ് ദി സർക്കിൾ വരും. അതുപോലെ 100 എന്ന് പറഞ്ഞിട്ടുണ്ട്. പി എന്ന് പറഞ്ഞാൽ മോർ ദാൻ 90 ആണ്. മോർ ദാൻ 90 വരുമ്പോൾ പി എവിടെ ആയിരിക്കണം? സർക്കിളിനുള്ളിലായിരിക്കണം. ക്യൂ 90 ആണ്. അപ്പോൾ 90 വരുന്നത് എവിടെയാണ്? ഓൺ ദി സർക്കിളാണ്. അതുപോലെ തന്നെ ഇത് വരുമ്പോഴോ ആർ എന്ന് പറഞ്ഞത് 35 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ലെസ് ദാൻ 90 ആണ്. ലെസ് ദാൻ 90 ആണ് എവിടെ പോകണം? സർക്കിളിന് പുറത്തായിരിക്കണം. അപ്പോൾ എ ബി ഡയമീറ്റർ ആയ സർക്കിൾ വരച്ചാൽ പി ഇൻസൈഡ് ദി സർക്കിൾ ആയിരിക്കും, ക്യൂ ഓൺ ദി സർക്കിൾ ആയിരിക്കും, ആർ ഔട്ട്സൈഡ് ദി സർക്കിൾ ആയിരിക്കും. അപ്പോൾ ആംഗിളിനെ സെമി സർക്കിൾ 90 ഡിഗ്രി ആണ് എന്നുള്ള പ്രോപ്പർട്ടി വെച്ച് 2 പ്രോബ്ലമാണ് നമ്മൾ ചെയ്തത്. കൂടാതെ നമ്മൾ സെൻട്രൽ ആംഗിളിൻ്റെ ഹാഫാണ് ആംഗിൾ ഇൻ ആൻ ആർക്ക് എന്നുള്ള പ്രോപ്പർട്ടി വെച്ച് കുറേ പ്രോബ്ലം ചെയ്തു. അപ്പോൾ ഇതെല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.